ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇപ്പോഴത്തെ ഈ വരവ് ഇതിൽ ആരായിട്ടാ? അത് പറയാം. അതിനു മുമ്പ് എന്നെ കുറിച്ച് ചിലത് ഡോക്ടറോട് പറയാനുണ്ട്. പറയൂ. എനിക്ക് ഈ മെഡിക്കൽ രംഗത്തുള്ള ബന്ധങ്ങൾ കൂടാതെ ചില ഡ്രഗ് മാഫിയ പെഡലേഴ്സുമായി ഡീലിംഗ് ഉണ്ടായിരുന്നു. അതെനിക്കറിയാം. ഗോവയും ബാംഗ്ലൂരും എന്തിന് കൊച്ചി വരെ കേന്ദ്രീകരിച്ച്. ഞാൻ ആ ബിസിനസ് അങ്ങ് വിട്ടു. റിയലി? എങ്കിൽ ദാറ്റ്സ് അമേസിംഗ്. ശരിയാണ് ഡോക്ടറെ. നാർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നൊക്കെയല്ലേ ലാലേട്ടനെ പോലുള്ള വലിയ വലിയ ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ജനറേഷനെ നശിപ്പിക്കുന്ന ഒരു അൺഓതറൈസ്ഡ് ഡീൽ കൊണ്ടുള്ള പണം വേണ്ടെന്ന് വെച്ചു. എനിക്ക് ആദ്യമായിട്ട് വിശാലിനോടൊരു ബഹുമാനം തോന്നുന്നു. ചിലപ്പോ ഡോക്ടറുടെ കുറച്ച് ചോര ഞരമ്പിൽ കയറിയതുകൊണ്ടായിരിക്കും ഈ നല്ല ബുദ്ധിയൊക്കെ തോന്നിയത്, അല്ലേ? സുധിയുടെ ഹൃദയം കിട്ടിയപ്പോ സിദ്ധാർത്ഥൻ കൂടുതൽ മെച്ചപ്പെട്ടതുപോലെ. പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. ഇല്ല ഡോക്ടർ, പറയാമെന്ന പ്രധാന കാര്യം ഞാൻ പറഞ്ഞില്ല. എങ്കിൽ പറയൂ. ഞാൻ ആ ബിസിനസ് വിട്ടെങ്കിലും എനിക്ക് ആ സിൻഡിക്കേറ്റുമായിട്ടുള്ള കോണ്ടാക്ട്സും കണക്ഷൻസും വളരെ വലുതാണ്. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ ഡോക്ടർ. ഡ്രഗ് മാഫി എപ്പോഴും മിസ്യൂസ് ചെയ്യുന്നത് ഹൗസ് വൈഫ്സിനെയും സ്കൂൾ കോളേജ് സ്റ്റുഡൻസിനെയൊക്കെയാണ്. സ്റ്റുഡൻസിൽ തന്നെ ഏറിയ പങ്കും പെൺകുട്ടികളെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. രഹസ്യങ്ങൾ ചോരാതിരിക്കാനും കാരിയേഴ്സ് ആക്കിയാൽ പിടിക്കപ്പെടാതിരിക്കാനും അതാണ് കൂടുതൽ സേഫ്. ഞാൻ എൻ്റെ ലേഡി ബ്രിഗേഡ്സിനെ എല്ലാം പിരിച്ചുവിട്ടു. പക്ഷെ ഈ സിൻഡിക്കേറ്റിൽ ഒരു പുതിയ റിക്രൂട്ട്മെന്റ് വന്നാൽ അത് മണത്തറിയാനുള്ള സ്പൈവർക്കും നെറ്റ്വർക്കും എനിക്കുണ്ട്. ഞാനിനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ ഡോക്ടർ വിശ്വസിക്കില്ലായിരിക്കും, എങ്കിലും പറയുകയാണ്. ഈ സിറ്റിയിലെ ഡ്രഗ് പെഡലേഴ്സിന്റെ പുതിയ കാരിയേഴ്സായി അവർ റിക്രൂട്ട് ചെയ്തിട്ടുള്ള പെൺകുട്ടികളിൽ ഒരാൾ ഡോക്ടറുടെ അമ്മാവന്റെ മകൾ പൊന്നുമണിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വെറും സംശയമല്ല, ഞാനത് അന്വേഷിച്ച് ഉറപ്പിച്ചതാ. നോ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ വന്ന കുട്ടിയാ. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അവളൊരു തെറ്റിലേക്ക് പോവില്ല. കൂൾ ഡോക്ടർ, കൂൾ. ഡോക്ടർ നിരഞ്ജന്റെ വിശ്വാസം ഡോക്ടറെ രക്ഷിക്കട്ടെ. എന്തോ റോഡിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ചോര തന്ന് ജീവൻ രക്ഷിച്ച ആളോടുള്ള ഒരു ചെറിയ കടപ്പാട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോടിത് പറഞ്ഞത്. വീണുപോയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റാത്ത ഞണ്ടുകളുടെ കൂട്ടമാണ് ഡ്രഗ്സ് സിൻഡിക്കേറ്റ്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോ. കീപ് ആൻ ഐ ഓൺ ഹെർ. ഹലോ ദേവിക. ഹലോ സർ. സാർ തിരക്കിലാണോ? അല്ല, ദേവിക പറഞ്ഞോളൂ. സാർ എന്തെങ്കിലും ടെൻഷനിലാണോ? എന്താ പറ്റി ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ? ആ, ചെറിയൊരു ടെൻഷൻ. എന്താ സർ? അത് പറയാം. അതിനു മുമ്പ് ദേവിക വിളിച്ചെന്തിനാണെന്ന് പറയൂ. എന്തോ പുതിയ വിശേഷമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉണ്ട് സർ. ഇവിടെ ഒരു ഹോം നഴ്സിനെ വെക്കാൻ വേണ്ടി പോവാ, നിത്യം നോക്കാനായിട്ട്. അതെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ഐഡിയ? പെട്ടെന്നൊന്നും അല്ല സർ. സാറിനറിയാലോ, ഞാൻ നിത്യം നോക്കുന്നത് ഇവിടെ അച്ഛനൊഴികെ മറ്റാർക്കും ഇഷ്ടമല്ല. എല്ലാവരുടെയും നിർബന്ധം സഹിക്കാൻ പറ്റതായപ്പോ അച്ഛൻ സമ്മതിച്ചതാ. അത് നന്നായി. ദേവിക്കൊരല്പം ആശ്വാസം കിട്ടുമല്ലോ. പക്ഷേ ഒരു കാരണവശാലും ശരത് ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരാൻ സമ്മതിക്കരുത്. ഏത് രീതിയിലും നിത്യയെ നിശബ്ദയാക്കാൻ അവൻ ശ്രമിക്കും. അതിന് നമ്മൾ വഴിമരുന്നിട്ട് കൊടുക്കരുത്.
ഇല്ല സർ, അതൊക്കെ അച്ഛനാ നോക്കുന്നത്. ആ എങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. സുധിയുടെ അച്ഛൻ അത് വേണ്ട പോലെ ചെയ്യുമല്ലോ. അതെ. അല്ല, സാറിന്റെ ടെൻഷൻ എന്താ? അത് പറയേ. പൊന്നുമണിയെ കുറിച്ച് ഓർത്തുള്ള ടെൻഷനാ. പൊന്നുമണിയെ കുറിച്ചോ? എന്താ സർ, കേസിന്റെ കാര്യത്തിൽ വക്കീൽ എന്തെങ്കിലും സംശയം പറഞ്ഞോ? ഏയ് അതല്ല, വേറെ ചില കാര്യങ്ങൾ. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. അതൊന്ന് അന്വേഷിക്കണം. എന്നിട്ട് ഞാൻ പറയാം. അതുപോലെ ആ മതി സർ. എങ്കിൽ ശരി ദേവികെ, ഞാൻ വിളിക്കാം. ആ എന്താ വൈകിയത്? ഞാൻ 1-2 വട്ടം വിളിച്ചിരുന്നു. എന്താ ഫോൺ എടുക്കാഞ്ഞ്? ഞാൻ ശ്രദ്ധിച്ചില്ല, ഫോൺ സൈലന്റിലായിരുന്നു. എന്തു പറ്റി? മുഖം എന്താ വല്ലാതിരിക്കുന്നെ? മനുഷ്യന് ടെൻഷനാക്കാതെ നിങ്ങൾ കാര്യം പറയൂ. ഞാൻ വിശാലിനെ കണ്ടിരുന്നു. എന്ത് കാര്യത്തിന്? അവൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ നിങ്ങൾ ഫോൺ കട്ട് ചെയ്തതല്ലേ? അവൻ അവോയ്ഡ് ചെയ്തതല്ലേ? പിന്നെന്തിനാ അവനെ കാണാൻ നിന്നത്? നീ കരുതുന്ന പോലെയൊന്നും അല്ല അക്ഷര കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം വിശാല് വിളിച്ചപ്പോഴേ എനിക്കത് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് ആ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞത്. എന്ത് കാര്യം? പൊന്നുമണി നമ്മൾ കരുതുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പോയോന്നൊരു സംശയം. എന്നുവെച്ചാൽ സിറ്റിയിലെ ഡ്രഗ് പെഡലേഴ്സിന്റെ കാരിയറാണോ അവളെന്ന് ഒരു സംശയം. നിങ്ങളൊന്ന് ചുമ്മാതിരി. അതൊക്കെ അവന്റെ ജോലിയല്ലേ? അത് വെച്ച് നിങ്ങളെ ടെൻഷനാക്കാൻ അവനൊരു കഥയുണ്ടാക്കി എടുത്തതാ. ഇനി വേണമെങ്കിൽ ഞാനും അതിലൊരു കണ്ണിയാണെന്ന് അവൻ പറഞ്ഞു നിരിക്കും. ജയിക്കാനായി എന്ത് നെറുകേട് പറയാനും ചെയ്യാനും മടിക്കാത്തവനവൻ. ഇതങ്ങനെയല്ല അക്ഷര. വിശാല് ഡ്രഗ് സിൻഡിക്കേറ്റുമായുള്ള ഇടപാടുകളെല്ലാം വിട്ടുവെന്നാ പറഞ്ഞത്. അയാളുടെ സ്വരത്തിൽ ഒരു പശ്ചാത്താപത്തിന്റെ നനവുണ്ടായിരുന്നു. അന്ന് ഞാൻ വഴിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി എന്റെ ചോര ഊറ്റിക്കൊടുത്ത് ജീവൻ രക്ഷിച്ചതിന്റെ കടപ്പാടുകൊണ്ടാണ് ഈ വിവരം അറിയിച്ചതെന്നാ പറഞ്ഞത്. അപ്പൊ പൊന്നുമണി അന്വേഷിക്കണം, കണ്ടെത്തണം. വേരുകൾ അറുത്ത് കളയേണ്ട ഒരു മഹാവിപത്താണ് ലഹരി മാഫിയ. ഇന്ന് നമ്മുടെ നാട്ടിലെ സ്കൂൾ കുട്ടികളിൽ തുടങ്ങി കുടുംബങ്ങളെ വരെ തകർക്കുന്ന ഒരു വലിയ ശൃംഖല. സിന്തറ്റിക് ഡ്രഗ്സ് എന്നറിയപ്പെടുന്ന മെത്തും ക്രിസ്റ്റൽ മെത്തും പോലെയുള്ളവ ഇപ്പൊ കൊച്ചു കുട്ടികൾക്കിടയിൽ വരെ എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നല്ലോ വിശാലും. എന്നിട്ടിപ്പോ എന്ത് പറ്റിയ അവന്? ഞാൻ പറഞ്ഞില്ലേ അക്ഷര, ഇപ്പൊ ഒരു തിരിച്ചു നടത്തത്തിന്റെ പാതയിലാ വിശാല്. ഓ, എന്നാൽ അവന്റെ മരണം അടുത്ത് കാണും. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് തിരിച്ചറിയുമ്പോഴാണല്ലോ ഏത് പടുപാപിക്കും പശ്ചാത്തപിക്കാൻ തോന്നുന്നത്. അങ്ങനെയൊന്നും പറയണ്ട അക്ഷര. തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു നടക്കുന്നത് ആരായാലും അത് നല്ല കാര്യമല്ലേ? നമ്മളത് അംഗീകരിക്കണം. ആയിക്കോട്ടെ, പക്ഷേ പൊന്നുമണിയുടെ കാര്യം പറഞ്ഞ് നമ്മൾ വെറുതെ സ്വസ്ഥത കളയണ്ട. അവളെ വിളിച്ചൊന്ന് ഉപദേശിക്കണം, മുന്നറിയിപ്പ് കൊടുക്കണം. നോക്കിയേ, അത് നമ്മുടെ കടമയാ.